ഗുഡ് മോർണിംഗ്. എന്നെ എല്ലാ ദിവസവും വന്ന് എഴുന്നേൽപ്പിക്കുന്ന ഇവള കൊച്ചുകള്ളി എൻ്റെ പൂച്ചമ്മ. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് 10 ദിവസം വെക്കേഷൻ ഉണ്ട് ക്രിസ്മസിൻ്റെ. സോ ആ 10 ദിവസം എങ്ങനെയായിരിക്കും എന്ന് കാണിക്കാം. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. ഓക്കെ, എനിക്കറിയാം രാവിലെ എഴുന്നേറ്റ് ഉടനെ ഫോൺ നോക്കരുത്, ബാഡ് ഹാബിറ്റ് ആണെന്നൊക്കെ. പക്ഷെ ശീലമായി പോയതുകൊണ്ടായിരിക്കാം. സമയം 9 കുഴപ്പമില്ല, 10 ദിവസം സമയമുണ്ട്. അതൊക്കെ എണീറ്റാൽ മതി. ബാക്കിയുള്ള ദിവസം കോളേജിൽ പോകുന്നതല്ലേ. ഇപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങാം. ഉറങ്ങുന്നതിൻ്റെ അല്ല, ഞാനിപ്പോൾ എഴുന്നേറ്റില്ലുമ്പോൾ അമ്മ എന്നെ തെറിവിടും. അയ്യോ എനിക്ക് വയ്യ. പിന്നെ മെയിൻ കാരണം 2 ഫോണിനും ചാർജില്ല. ചാർജ് ചെയ്തിട്ട് പല്ലൊക്കെ തേച്ചിട്ട് ഓടി വരാം. പല്ലൊക്കെ തേച്ച് വന്നു. രാവിലെ എഴുന്നേറ്റോ ഉച്ചയ്ക്ക് എഴുന്നേറ്റോ അതല്ലേ ഇവിടുത്തെ വിഷയം. കട്ടൻ കാപ്പി മസ്റ്റാണ്. കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം മൂങ്ങ കുത്തിയിരിക്കുന്ന പോലെ കുത്തിയിരിക്കണം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാ ഞാൻ പോയി കുത്തിയിരിക്കട്ടെ. ഈ ഫോണൊന്ന് കുത്തിയിടാം. രാവിലെ എഴുന്നേറ്റാ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാണല്ലോ. ഒരു കൊതി. അമ്മ ദോശ ഇടുന്നുണ്ടപ്പം നെയ് റോസ്റ്റ് ചുടണമെന്ന്. അമ്മ ചുട്ടത് ചെറിയ ദോശയാണ്, തട്ട് ദോശ ഇല്ലാതായിരുന്നു. ഒരാഗ്രഹം കൊണ്ട് ചുട്ടതാ. പക്ഷെ അട പോലെ ആയിപ്പോയി. ഒരാവശ്യമില്ലായിരുന്നു. വേണ്ടായിരുന്നല്ലേ. നീ ഇപ്പൊ കഴിച്ചിട്ട് കാണാം. ദോശ മാത്രമല്ല, ഇത് നമുക്ക് ഓംലെറ്റ് കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ താമസിച്ച് എഴുന്നേറ്റോണ്ടേ അമ്മ കൊല്ലും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്കിവിടെ എന്തെങ്കിലും പണിയുണ്ടോ എന്ന് ആദ്യം നോക്കാം. അങ്ങനെ അധികം തപ്പണ്ടി വന്നില്ല. എന്തായാലും എൻ്റെ റൂം തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. ഇതിപ്പോൾ എങ്ങനെ ഞാൻ ക്ലീൻ ചെയ്യാനോ? ഇനി എനിക്ക് വയ്യ ഇത് അടുക്കി പെറുക്കി വെക്കാനായിട്ട്. മെനക്കേടാ. എന്തായാലും താമസിച്ച് കഴിഞ്ഞിട്ടും അമ്മയൊന്ന് സോപ്പിടാനായിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് അടുക്കി വെക്കാം. ഓക്കെ, ടേബിളൊക്കെ അടക്കി വെച്ച് വലിയ ഷോഫ് കാണിച്ചപ്പോൾ ഞാൻ കരുതി അമ്മ വന്ന് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. പക്ഷെ ഒരു തേങ്ങ നടന്നില്ല. അമ്മ പുച്ഛിച്ചു വിട്ടു. എന്തായാലേ അങ്ങനെ അവിടെ എല്ലാം വൃത്തിയാക്കി ക്ഷീണിച്ച് ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത കലാപരിപാടിയിലേക്ക് പോകാം. അതല്ലേ ഇഷ്ടമില്ല. ഇതങ്ങോട്ട് വൃത്തികേടാക്കിയോ എല്ലാം അങ്ങോട്ട് തൂത്തുമായിരിക്കും വേഗം. ഇതാരും ചെയ്യുന്ന ഇതൊക്കെ എൻ്റെ അച്ഛൻ ചെയ്യുമോ? വേഗമാകട്ടെ. അല്ല, എൻ്റെ അച്ഛനും പൂച്ചമ്മ പൂച്ചമ്മ നമുക്ക് ഒരുമിച്ച് തൂത്തുവാരാ. അച്ഛാ തൂത്ത് വാരിട്ട് വരും. സോറി, പാട്ട് കേട്ടിരുന്നു പോയി. ഞാനിവിടെ തൂക്കാൻ തുടങ്ങിയപ്പോൾ എന്നാ ഒരു ഒത്തരപ്പിൽ എല്ലാവരും കൂടെ ഒന്ന് തൂത്തേക്കാം. പൊടിയൊക്കെ ഒന്ന് ഡസ്റ്റൊക്കെ ഒന്ന് മാറ്റിയേക്കാന്ന് വിചാരിച്ചു. മാറ്റി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ വീട്ടിൽ ഇത്രയും പൊടിയുണ്ടായിരുന്നു എന്നുള്ള കാര്യം. എന്താണിത്? വെറുതെ അല്ല തുമ്മിക്കൊണ്ടിരുന്നത്. അങ്ങനെ പൊടിയൊക്കെ കളഞ്ഞു. നമുക്ക് തുടയ്ക്കണം. തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മോപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ബക്കറ്റൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് തുടയ്ക്കുകയും കൂടെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പരിപാടിയുണ്ട്, പറയാം. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം എത്രയായി? 12 മണിയായി. 9 മണിക്ക് എഴുന്നേറ്റു. ഇത്ര കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്തു. ഈ ബാക്കിയും കൂടെ ഉണ്ട്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു ഓർത്തത് എനിക്ക് ഇടാനായിട്ട് പോസ്റ്റൊന്നുമില്ല വൈകുന്നേരം ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ കുറച്ച് റീൽസ് എടുത്തേക്കായിരുന്നു. അങ്ങനെ ഒരുങ്ങി കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ തവണത്തെ പോലും എൻ്റെ സ്ഥിരം ക്യാമറാമാൻ അപ്പു തന്നെയാണ് ഇത്തവണയും വരുന്നത്. അവനിപ്പോൾ വരും. അപ്പു വരട്ടെ അല്ലേ? അപ്പു കുട്ടാ തൊപ്പിക്കാരാ എപ്പ കല്യാണം പറഞ്ഞാൽ അവൻ്റെ കല്യാണം എപ്പോഴായിരിക്കും? ശരി, അവനൊക്കെ കെട്ടിക്കാറായി. അവൻ എപ്പോഴും കല്യാണം കഴിക്കട്ടെ. നമുക്ക് ആദ്യം പോയി റീൽസ് എടുക്കാം. ഓക്കെ, അങ്ങനെ കാത്തു നിന്ന് കണ്ണ് കഴിക്കുന്നതിന് മുന്നേ അപ്പോൾ അവൻ്റെ വണ്ടിയായിട്ട് വന്നു. എൻ്റെ മോനെ ആ ചിരി ഉണ്ടല്ലേ കൊച്ചുകൾ അടി വെച്ചിരിഞ്ഞ്. അങ്ങനെ ഞാൻ നേരെ വണ്ടിയിലോട്ട് കയറി. തൊട്ടടുത്തുള്ള ഒരു സ്പോട്ടിൽ തന്നെയാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. ചുമ്മാ ജസ്റ്റ് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ക്യാമറ ഒന്നും വേണ്ട, ഫോണിൽ തന്നെ എടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ സംഭവങ്ങളൊക്കെ അവന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ അവിടെ എത്തി.
പിന്നെ എപ്പോൾ റീൽസ് എടുക്കാൻ പോയാലും സ്പോട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ശീലമായതുകൊണ്ട് ഞാൻ ആ ശീലം അങ്ങ് തെറ്റിച്ചില്ല. അവിടെ തന്നെ നിന്ന് പ്രാക്ടീസ് ചെയ്തു. ഈ പാട്ടായത് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ. ടാറ്റാ. അപ്പോ ബൈ ബൈ. ബാ, നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് ഇനി ബാക്കി പരിപാടി ഉണ്ട്. അതാണ് എനിക്ക് സഹിക്കാൻ കഴിയുന്നത്. എന്താടാ അത്, പാമ്പ് വല്ലതും ആണോ? പോരാ വേണ്ട. അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി പരിപാടി ചെയ്യാം. ഓക്കെ, ടാറ്റാ. അവനെ ടാറ്റ കൊടുത്ത് അവനെ നമുക്ക് പറഞ്ഞു വിട്ടേക്കാം. വീട്ടിൽ പോടാ. അങ്ങനെ അവൻ വീട്ടിൽ പോയി. ഇനിയിപ്പോ നമുക്ക് പോയി കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ട് ഫോണൊക്കെ താല്പര്യം. അടുത്ത പരിപാടി പൂച്ചമ്മ ഒന്ന് കുളിപ്പിക്കണം. അയ്യോ, പൂച്ചമ്മേനെ കുളിപ്പിച്ചിട്ട് കുറച്ച് ദിവസമായി. പൂച്ചമ്മ ഒന്ന് കുളിപ്പിച്ചിട്ട് എനിക്കും ഒന്ന് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കണം. അതോ ഫുഡ് കഴിച്ചിട്ട് ഫ്രഷ് ആയാൽ മതി. പിന്നെ പൂച്ചമ്മയ്ക്ക് കുറെ സാധനങ്ങൾ മേടിക്കാനുണ്ട്. പക്ഷേ എനിക്ക് ഇന്നത്തെ ദിവസം ഫുള്ള് ബിസി ആട്ടോ, സത്യം പറയാലോ. ഇപ്പൊ നാളെ തൊട്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ നോക്കാം. ഞാനാണ് വെറുതെ ഇരിക്കുന്ന കുറെ റീൽസ് വ്ളോഗ്സ് എടുക്കാന്ന് കരുതി വന്നത്. പക്ഷെ വെറുതെ ഇരിക്കാൻ സമയമില്ല. രാവിലെ ഞാൻ താമസിച്ച് എഴുന്നേറ്റതാണ് എല്ലാത്തിനും കുഴപ്പമായത്. പാവന്റെ അമ്മ. വീട്ടിലോട്ട് ചെല്ലട്ടെ. എന്തായാലും ഇത്ര ആയ സ്ഥിതിക്ക് നമുക്കിനി ഫുഡ് കഴിക്കാം. ഇതിന് സാമ്പാറുണ്ട്, ഉണക്കമീനുണ്ട്, ഇടിഞ്ചക്കത്തോരനുണ്ട്, മെഴുക്കുവരട്ടിയുണ്ട്. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പൂച്ചമ്മ കുളിപ്പിക്കാം. പൂച്ചമ്മയുടെ എൻ്റെ അടുത്ത് വന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ കുളിപ്പിച്ചിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം അല്ലേ. ഫുഡൊക്കെ കഴിച്ചു അല്ലടാ. ഇനി നേരെ ഞങ്ങൾ പോയി ഇവിടെ ഒന്ന് കുളിപ്പിച്ചിട്ട് വരാം. എൻ്റെ ഷുട്ടുമണീനെ കഴിഞ്ഞ ആഴ്ച കണ്ടൊന്ന് കുളിപ്പിച്ചാൽ പിന്നെ കുളിപ്പിച്ചില്ല. അപ്പൊ ഇദ്ദേഹം മുഴുവൻ അഴുക്കണ്ട ചെവിയുടെ അവിടെ എല്ലാം കരിയാക്കി വെച്ചേക്കും. അടുപ്പും പാദത്തെ കയറി ഇരുന്നിട്ട് ചുറ്റുമണിക്ക് നല്ല അടി കൊടുക്കാട്ടെ കുഴപ്പാ. അപ്പൊ ഞങ്ങൾ പോയി കുളിച്ചിട്ടൊക്കെ വരാവേ. ഷിറ്റ്, കടവിൽ ആളുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. വാടാ, കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാം. അവൾ അങ്ങോട്ട് നടക്കത്തില്ല, തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് അവൾക്ക് നടക്കാനൊരു കുഴപ്പമില്ലേ. അഹങ്കാരി. എൻ്റെ ഷുണ്ടാപ്പി മടമടാന്ന് ഓടുന്ന കണ്ടില്ലേ, പ്രാന്തളകിയ വിത്തുകളെ പോലെ പാവം. അങ്ങനെ എൻ്റെ ഷുട്ടുമണീനെ കുളിപ്പിക്കാനായിട്ടുള്ള സെക്കൻഡ് അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പോവാണ്. ഷുട്ടുമണി ഉറങ്ങുമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റോണ്ട് എഴുന്നേപ്പിച്ചു. ഞാൻ ഇനി പറയുന്നേ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ചോണ്ട് വന്നുകൊണ്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്ക്. നമുക്ക് പോയി നോക്കാം. ഇപ്പൊ ആള് കയറി കാണും. മണി ഇറങ്ങി വാ വാ. കണ്ട, അവള് വരത്തില്ല. അവൾക്ക് ഭയങ്കര പേടിയാ ഇറങ്ങാനായിട്ട്. ഇറങ്ങി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ആറ്റിൽ വന്നു, അവിടെ നിൽക്കുവാണ്. ഷുട്ടുമണി, ഇഷ വാ. കണ്ടോ, വരത്തില്ല, വെള്ളം പിടിച്ചിരിക്കും. ഈ വാഴി വേണേ, വാ കുളിക്കണ്ടേ, വാ ബാക്കി പരിപാടി ഉണ്ട്, നിങ്ങൾ വന്നേ. വരത്തില്ല, കണ്ടോ. ഈ വേണേ, ഇങ്ങോട്ട് വാ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇറങ്ങാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ. ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ഹാപ്പിയാ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി പൂളയൊക്കെ വെട്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് ഏതോ ഒരു ചെറുക്കം കൊച്ചായി പോയി. ഒരു കണ്ണൻ്റെ ലുക്ക് പാവമുണ്ട്. കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ആറ്റിലൊക്കെ വന്ന് കുളിക്കാനായിട്ടാണ് ഭയങ്കര ഇഷ്ടം. ഇറങ്ങാനുള്ളൊരു പേടിയുള്ളൂ. അങ്ങനെ പൂച്ചമ്മയെ കുളിപ്പിച്ച് സുന്ദരിയാക്കി. ഇനി നമുക്ക് ഇവളെ കൊണ്ടുപോയി ഉണക്കാം. അത് കഴിഞ്ഞ് എനിക്ക് ഫ്രഷ് ആവണം. പിന്നെ എനിക്ക് ഇവൾക്കുള്ള ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഓക്കെ, അമ്മേനെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഡ്രൈ ചെയ്തിട്ടുണ്ട്. ബാക്കി ഫാനിന് ഇട്ട് കൊടുത്ത് അവളെ റൂമിൽ കിടത്തിയിട്ടുണ്ട്. ഇനി ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായി. ഇനി നമുക്ക് പൂച്ചമ്മയ്ക്ക് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാൻ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി. അപ്പോൾ പൂച്ചമ്മയുടെ ഫുഡിന് വാങ്ങണമെന്നുണ്ടെങ്കിൽ കോടിമതല്ലേ, പള്ളിപ്പുറത്ത് അവിടം വരെ പോകണം. അവിടെ അവൾക്കുള്ള ഫുഡുള്ളൂ. വേറെ കടകളുണ്ട്, പക്ഷെ ആ ബ്രാൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോകണം. ബ്രാൻഡ് സാധനമൊക്കെ തിന്നുള്ളൂ. പോയിട്ട് വരാം. അധികം തപ്പണ്ടി ഒന്നും വന്നില്ല. പൂച്ചമ്മയുടെ ഫുഡ് എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ കുറേ വെറൈറ്റീസ് ഓഫ് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുക്കണമെന്നുണ്ട്, പക്ഷേ അവൾക്ക് സ്ഥിരം കൊടുത്താൽ മതി എന്നുള്ളൊരു തോന്നലിൽ അതെടുത്തില്ല. പിന്നെ ഫുഡൊക്കെ മേടിച്ചു നേരെ അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിക്കാണ് ഓപ്പോസിറ്റ് ട്രെൻഡ്സ് കണ്ടത്. അതും 50% ഓഫറിൽ. എന്നാൽ പിന്നെ അങ്ങോട്ടേക്കൊന്ന് കയറാനൊന്നും എഴുതി കയറി നോക്കി, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. തിരിച്ച് അതുപോലെ തന്നെ ഇറങ്ങേണ്ടി വന്നു. ഈ 50% ഓഫർ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വെറുതെ പറ്റിക്കുമായിരുന്നു. അല്ലായിരിക്കില്ലേ. പാവം എൻ്റെ ഷുണ്ടാപ്പി മടമടാന്ന് കഴിക്കുന്നത് കണ്ടു. ഷുടാ എന്നാ ക്യൂട്ടാ. നെറ്റിക്ക് എന്താ ഒരു വര, ഉണങ്ങാത്തതാ പൂട. കുളിപ്പിച്ച് കൊണ്ട കിടത്തിയല്ലേ ഉള്ളൂ പാവം. ഈ കഴുപ്പ് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇവർക്ക് ഈ സിപ്പപ്പ് മേടിച്ചു കൊടുക്കുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകതര സിപ്പപ്പ. ആ കഴുപ്പ് തന്നെ കാണാൻ എന്നാ ക്യൂട്ടാന്നറിയാവും. പടപടാന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഗൈസ്, ഇന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ അപ്പച്ചി എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. എന്നെ ഒറ്റയ്ക്ക് നിന്നോണ്ടിരിക്കുന്നത് എനിക്കങ്ങനെ വേണ്ട, ഞാൻ ഷുഗർ കട്ടാ മണ്ണേക്കുന്നു. എനിക്ക് എന്നാ തിന്നാൻ കൊണ്ടുവന്നു കളച്ചി നിങ്ങള് കേക്ക്, ക്രിസ്മസ് കേക്ക്, ഷുഗർ കട്ടായ എനിക്ക് കേക്ക് കൊണ്ടുവന്നു. മസാല ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ആരുമായിപ്പോയി. സ്റ്റാർ ഫ്രൂട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ ലേശം. സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്. അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ അപ്പച്ചി, അതായത് എന്റെ അച്ഛന്റെ മൂന്നാമത്തെ പെങ്ങൾ. ഓക്കെ, ഹായ്. വലിയ ഹായ് ഒന്നും കൊടുക്കട്ടെ കേട്ടോ, എന്റെ ഫാൻസാ. മക്കളുടെ മനസ്സിലും അപ്പയുടെ മനസ്സിലേ. ഗൈസ്,
ഇതാണ് മസാല ചിപ്സ്. ഇത് ട്രിവാൻഡ്രത്ത് മാത്രമേ കിട്ടുള്ളൂ എന്നാണ് അപ്പച്ചി പറഞ്ഞത്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ്. പിന്നെ ഇത് കേക്ക് കൊള്ളാം കേട്ടോ, കോട്ടയത്ത് ഈ സാധനം ഇല്ല, പക്ഷെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റും വേറൊരു മൂഡ് സാധനം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. വൈകിട്ടത്തെ ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ട് ഞാനും പൂച്ചമ്മയും കൂടെ ഒരു ഈവനിങ് വോക്കിന് ഇറങ്ങി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഈവനിങ് വോക്കിന് പോകാറായിട്ടുണ്ട്. പൂച്ചമ്മയ്ക്കും അതൊരു എക്സസൈസ് ആണല്ലോ. ആരാ അത്? ആരുമില്ലേ, ചുമ്മാ പേടിപ്പിക്കുന്നു. നടക്കങ്ങോട്ട് പോ വീട്ടിലോട്ട് പോ. വോക്കെല്ലാം കഴിഞ്ഞ് അവൾ പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഡോർ അടച്ചിട്ടതാ, ചാരി ഇട്ടതേ ഉള്ളൂ. അവളത് കൈകൊണ്ട് തന്നെ തുറന്നിറങ്ങി. ഇവൾ ആര്? ഈവനിങ് വോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, ഞാൻ അതൊക്കെ എഡിറ്റ് ചെയ്തു. കുറച്ച് റെസ്റ്റ് എടുക്കുക, വയ്യ ക്ഷീണമാണ് അങ്ങോട്ട്. എന്നാ ചെയ്യാനാ, ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി രാത്രിയിലത്തെ ഫുഡ് കഴിക്കണം, കിടക്കണം. അപ്പം ഒരു ദിവസത്തെ അവധി, ഐ മീൻ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേയിലെ അവധി ഇങ്ങനെയൊക്കെ പോയി കിട്ടി. ഇനി നാളത്തെ എങ്ങനെ ആവും എന്നുള്ളത് നാളെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് കാണുന്നവരിക്കും. അയ്യോ, അങ്ങനെ വരാൻ പറ്റത്തില്ലല്ലോ, അടുത്ത ദിവസം അടുത്ത വ്ളോഗ് വരത്തില്ലേ. അപ്പോൾ ടാറ്റ, ബൈ.